കിരീടം സ്വന്തമാക്കി പോർച്ചുഗൽ. ദോഹയിലെ ഖലീഫ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയാണ് പറങ്കിപ്പട കിരീടം സ്വന്തമാക്കിയത്. ആദ്യ പകുതിയിൽ അനീസിയോ കബ്രാലാണ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയത്. പോർച്ചുഗലിന്റെ ആദ്യ അണ്ടർ-17 ലോകകപ്പ് കിരീടമാണിത്. അതേസമയം ലൂസേഴ്സ് ഫൈനലിൽ ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ഇറ്റലി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഏറെ നിർണായകമായിരുന്നു ആ ഫൈനൽ മത്സരം എന്നുള്ളതാണ്. പോർച്ചുഗലിനെ സംബന്ധിച്ചും ഓസ്ട്രിയയെ സംബന്ധിച്ചും ആദ്യ കിരീടം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. ഓസ്ട്രിയയെ സംബന്ധിച്ച് ഒരു മാച്ച് പോലും പരാജയപ്പെടാതെ, തോൽവി അറിയാതെ, പരമ്പരയിലെങ്ങും തോൽവി അറിയാതെയുള്ള ഒരു ഫൈനൽ പ്രവേശമായിരുന്നെങ്കിൽ പോർച്ചുഗലിനെ സംബന്ധിച്ച് ജപ്പാനോടേറ്റ ഒരു തോൽവി മാത്രമായിരുന്നു ആ ഒരു പരമ്പരയിൽ ആകെ പോർച്ചുഗൽ അണ്ടർ-17 ടീം നേരിട്ടിരുന്നത്. പോർച്ചുഗൽ മറ്റ് പല കിരീടങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കൗമാര ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നില്ല. എന്തായാലും ആ ഒരു സ്വപ്ന നേട്ടം പോർച്ചുഗൽ കൗമാര ടീം സ്വന്തമാക്കിയിരിക്കുന്നു. ദോഹയിലെ ഖലീഫ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ആ ഫൈനൽ മത്സരം നടന്നത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഓസ്ട്രിയയെ പറങ്കിപ്പട പോർച്ചുഗൽ പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ അനീസിയോ കബ്രാലാണ് പോർച്ചുഗലിന് വേണ്ടി ആ വിജയ ഗോൾ നേടിയത്. പോർച്ചുഗലിന്റെ ആദ്യ അണ്ടർ-17 ലോകകപ്പ് കിരീടം അങ്ങനെ ലഭിച്ചിരിക്കുന്നു. ലൂസേഴ്സ് ഫൈനലിൽ ബ്രസീലും ഇറ്റലിയുമാണ് ഏറ്റുമുട്ടിയത്. അതിൽ ഇറ്റലിയാണ് വിജയിച്ചത്. ഇറ്റലി ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്.